ഹലോ എല്ലാവർക്കും പ്രൈമിംഗ് സ്റ്റഡീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ പേര് ആനന്ദ്. ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് HDRIസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് HDRIs? ഹൈ ഡൈനാമിക് റേഞ്ച് ഇമേജറീസ്. അതാണ് HDRIയുടെ ഫുൾ ഫോം. ഈ ഒരു HDRI ഇമേജസ് ഉപയോഗിച്ച് നമ്മുടെ 3D സീൻസ് നമുക്ക് ലൈറ്റ് ചെയ്യാൻ പറ്റും. ഒരു 3D സീൻ ലൈറ്റ് ചെയ്യുന്നതിന്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ലൈറ്റിംഗ് വിത്ത് HDRIs. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് റെൻഡർ പ്രീവ്യൂ മോഡിലോട്ട് പോയിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഒരു ലോ റഫ്നെസ്സും ഹൈ മെറ്റാലിക് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ ബ്ലെൻഡറിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ഈ ഒരു HDRI ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സീൻ ലൈറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു HDRI കാണാൻ വേണ്ടിയിട്ട് വേൾഡ് ഒപ്പാസിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുക, ഇതിൻ്റെ ബ്ലർ ഒന്ന് കുറയ്ക്കുക. അപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു 3D സീൻ ലൈറ്റ് ചെയ്യുന്നതിൻ്റെ സിംപ്ലസ്റ്റ് മെത്തേഡാണ് ഈ ഒരു HDRI യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റിംഗ്. ഞാനിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് റെൻഡർ എൻജിൻ സൈക്കിൾസിലോട്ട് മാറ്റാൻ പോവാണ്. റെൻഡർ മോഡ് സീൻ ലൈറ്റ്സും സീൻ വേൾഡും ഒന്ന് ഓഫ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റും ഈ ഒരു സീനിൻ്റെ ലൈറ്റിംഗ് ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഷാഡോസ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു ഒബ്ജക്റ്റിൽ റിഫ്ലക്ഷനും വരുന്നത്. ഈ ഒരൊറ്റ ഉപയോഗം കൊണ്ടാണ് എല്ലാ സീൻസിലും ഒരു VFX റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സീൻസിലും HDRIs ഉപയോഗിക്കുന്നത്. ആ ഒരു HDRI ഇമേജസ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിസൾട്ട്സ് നമുക്ക് ഈ ഒരു VFX സീനിൽ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു HDRI ഇമേജസിൻ്റെ കോർ ആയിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് ആണ്. ഈ ഒരു HDRI ഇമേജസിനുള്ളിൽ പല എക്സ്പോഷർ ലെവൽസിലുള്ള ഇമേജസ് ഒരു കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു HDRI ഇമേജസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു HDRI ഇമേജിൻ്റെ അകത്ത് നെഗറ്റീവ് വാല്യൂസും പോസിറ്റീവ് വാല്യൂസിലുള്ള എക്സ്പോഷർ ലെവൽസിലുള്ള ഫോട്ടോസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു HDRI ഇമേജസ് ബിൽഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സ്ട്രെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സിൻ്റെ ഉണ്ട് എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് ഇതിൽ ലൈറ്റ് കുറയുന്നതും കൂടുന്നതും. ഇതിന് പകരം നമ്മൾ സാധാരണ ഒരു PNG JPEG ആയിട്ടുള്ള ഒരു ഇമേജസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രൈറ്റ്നെസ് കുറയ്ക്കുമ്പോഴും കൂട്ടുമ്പോഴും ഇങ്ങനെ ഒരു ലൈറ്റ് സോഴ്സ് അവിടെ ഇല്ല എന്നുള്ളൊരു ബിഹേവിയറിലാണ് ഈ ഒരു ഇമേജസിലുള്ള ബ്രൈറ്റ്നെസ് കൂടുന്നതും കുറയുന്നതും. പക്ഷേ HDRI ഇമേജസിൽ ഇത് നേരെ തിരിച്ചാണ്. ഇങ്ങനെ HDRI ഇമേജസ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ ഒരു സൈറ്റിൻ്റെ പേരാണ് HDRI ഹേവൻ അഥവാ പോളി ഹേവൻ എന്ന് ആ ഒരു സൈറ്റിനെ പറയുന്നുണ്ട്. ആ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിലും HDRI ഇമേജ് നമുക്ക് ഏതൊരു ക്വാളിറ്റിയിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 8K 4K 2K HDRI ഇമേജസോ അല്ലെങ്കിൽ EXR ഫയൽ ഫോർമാറ്റ്സിലോ നമുക്ക് ആ ഒരു HDRI ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ബ്ലെൻഡറിൽ HDRI ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. ഒബ്ജക്റ്റ് ഷെയ്ഡിങ് വർക്ക് സ്പേസിൽ ഒബ്ജക്റ്റിൻ്റെ ഒരു വേൾഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം Shift+A പ്രസ് ചെയ്ത് ടെക്സ്ചറിൻ്റെ അവിടെ എൻവയോൺമെൻറ്റ് ടെക്സ്ചർ സെലക്ട് ചെയ്യുക. എന്നിട്ട് കളറ് ഈ ഒരു കളറിൻ്റെ സോക്കറ്റിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ HDRI ഇമേജസ് ഏതൊരു ഫോൾഡറിലാണോ ആ ഒരു ഫോൾഡറിലായിട്ട് ചെല്ലുക. എന്നിട്ട് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു HDRI ഇമേജ് നിങ്ങളുടെ സീൻ ലൈറ്റ് ചെയ്യുന്നത്. ഇതിൽ കുറച്ചുകൂടെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡറിൻ്റെ എഡിറ്റ് പ്രിഫറൻസിൽ പോവുക, ഒരു ആഡ് ഓൺ എനേബിൾ ചെയ്യുക. നോഡ് റെംഗ്ലർ എന്ന് പറയുന്ന ഈ ഒരു ആഡ് ഓൺ അത് എനേബിൾ ചെയ്തതിന് ശേഷം Ctrl+T പ്രസ് ചെയ്യുക. ഈ ഒരു ടെക്സ്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ചോക്കി പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാപ്പിംഗ് നോഡും ടെക്സ്ചർ കോർഡിനേറ്റ് നോട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ ഒരു മാപ്പിംഗ് നോഡിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്ചറിൻ്റെ റൊട്ടേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തതിന് ശേഷം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് HDRI ഇമേജസിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ Instagram ID ഫോളോ ചെയ്യുക. താങ്ക് യു.